നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുമെന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ. തെരഞ്ഞെടുപ്പിൽ BJP 370 സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്നും അമിത്ഷാ പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP രാജ്യത്ത് തുടർച്ചയായി മൂന്നാമതും ഭരണത്തിലെത്തുമെന്ന് അമിത്ഷാ കൂട്ടിച്ചേർത്തു. ഇന്ന് നടന്ന ET Now ഗ്ലോബൽ ബിസിനസ് ഉച്ചകോടിയിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞത്. രാജ്യത്ത് മുസ്ലിം സഹോദരങ്ങൾ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ട് ഇന്ത്യയിലേക്കെത്തിയ പൗരന്മാർക്ക് പൗരത്വം നൽകുക എന്നത് ഈ ഭേദഗതിയിലൂടെ അർത്ഥമാക്കുന്നുള്ളൂ. ഇത് ഇന്ത്യയിലുള്ള ആരുടെയും പൗരത്വം തട്ടിയെടുക്കാനുള്ളതല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിൽ BJP വിജയിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും പഴയ സ്ഥാനത്ത് തന്നെ പൂർവാധികം ഭംഗിയായിട്ട് തുടരും എന്നും അമിത്ഷാ പറയുകയുണ്ടായി. ജമ്മു കാശ്മീരിന് നൽകിയിരുന്ന പ്രത്യേക പദവി ആർട്ടിക്കിൾ 370 ഞങ്ങൾ റദ്ദാക്കിയിരുന്നു. അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പിൽ 370 സീറ്റുകളും BJPക്ക് ലഭിക്കുമെന്ന് വിശ്വാസമുണ്ട് എന്നാണ് അമിത്ഷാ പറയുന്നത്. പ്രാദേശിക പാർട്ടികളായ രാഷ്ട്രീയ ലോക്ദൾ, RLD, ശിരോമണി അകാലിദൾ എന്നിവ NDAയിലേക്ക് ചേരുന്നതിനെക്കുറിച്ചും അമിത്ഷാ പ്രതികരിക്കുകയുണ്ടായി. BJP കുടുംബാസൂത്രണത്തിലാണ് വിശ്വസിക്കുന്നതെന്നും രാഷ്ട്രീയത്തിലല്ലെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. പാർട്ടികൾ NDAയിൽ ചേരുന്നതിനെക്കുറിച്ച് അന്തിമ ധാരണയായിട്ടില്ല. നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് NDAയും ഇന്ത്യൻ സഖ്യവുമായിട്ടായിരിക്കില്ല, മറിച്ച് വികസനവും മുദ്രാവാക്യം വിളിക്കുന്നവർ തമ്മിലായിരിക്കും എന്നാണ് അമിത്ഷാ പറയുന്നത്. അതേസമയം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്രയെയും അമിത്ഷാ വിമർശിച്ചു. നെഹ്റുവിൻ്റെയും ഗാന്ധിജിയുടെയും പിന്മുറക്കാരന് ഭാരത് ജോഡോ ന്യായയാത്രയുമായി പോകാൻ ഒരവകാശവുമില്ല. കാരണം അയാളുടെ പാർട്ടിയാണ് 1947 ഇന്ത്യ വിഭജനത്തിന് കാരണമായതെന്നും അമിത്ഷാ വ്യക്തമാക്കി.